കണിമംഗലം ശാസ്താവിന്റെ യാത്ര അവിടെ തുടങ്ങിയിരിക്കുന്നു. അപ്പൊ നിഖിൽ പ്രമേശം, സുർജിത്ത്, നമ്മുടെ കണിമംഗലം ശാസ്താവ് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അതിന്റെ അർത്ഥം ഈ വർഷത്തെ പൂരം അതിന്റെ ഔദ്യോഗിക ഒഫീഷ്യൽ തുടക്കമാകാൻ പോകുന്നു, തുടക്കമായി കഴിഞ്ഞു. അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായി വരവാണ്. പൂരം തൃശ്ശൂർ ഒന്നാകെ ആ പൂരത്തിലേക്ക് ഒന്നാകെ അലിഞ്ഞു ചേരുന്ന കാഴ്ചയാണ് ഇനി. നിഖിൽ, ഹഷ്മി, ഞാൻ കേൾപ്പിക്കാൻ വന്നത് സത്യത്തില് നാദസ്വരം ഭയങ്കര ഭംഗിയായിട്ട് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വീടിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ വൈകിട്ട് അത് മണ്ഡലമാസമാണെങ്കിൽ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, മന്ദാരം മലർമഴ ചൊരിയും പാവന മാമലയിൽ. ആ പാട്ട് ഭയങ്കര ഭംഗിയായിട്ട് ഇവർ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതൊന്ന് കേൾപ്പിക്കാമെന്ന് കരുതി വന്നപ്പോഴേക്ക് ആ പാട്ട് കഴിഞ്ഞു പോയി. പക്ഷെ അത്ര ഭംഗിയായിട്ടാണ് അവരത് വായിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര രസമായിരുന്നു അത് കേൾക്കാൻ വേണ്ടി. നമുക്ക് രാവിലെ തന്നെ ഇങ്ങനെ ഈ ഒരു അന്തരീക്ഷത്തിൽ കേൾക്കുമ്പോൾ അതിനൊരു വല്ലാത്ത സുഖം ഉണ്ടായിരുന്നു. എന്തായാലും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ അതാ എഴുന്നള്ളത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പറയുന്നത് ദേവസ്വം ബോർഡ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മന്ത്രി കെ രാജനൊക്കെ പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. കാരണം ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. വളരെ ആഘോഷപൂർവ്വമാണ് കണിമംഗലം ശാസ്താവിന്റെ വരവ്. സാധാരണഗതിയിൽ ഇപ്പൊ നേരത്തെ മുൻകാലങ്ങളിൽ ഇതിൽ പങ്കെടുത്ത ആളുകളൊക്കെ പറയുന്നത് ഒരു ആനയും ഒരു ചെണ്ടക്കാരനും ഇപ്പത്തെ നമുക്ക് ഈ നാദസ്വരം ഒരു 10 സെക്കൻഡ് കേൾപ്പിക്കാം. ഭയങ്കര രസമുള്ളൊരു പാട്ടാണ്. ശ്യാമവാനിലേതോ ആ പാട്ടാണ് വായിപ്പിക്കുന്നത്. നമുക്കൊരു 2 വരി കേൾക്കാം അശ്മി. സതീശൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്, സതീശൻ പള്ളച്ചിറ എന്ന് പറഞ്ഞ ആളാണ് ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. രാവിലെയുള്ള അന്തരീക്ഷത്തിൽ ഇത് കേൾക്കാൻ വല്ലാത്തൊരു സുഖമുണ്ട്. എന്തായാലും ഇതാ ഗജവീരന്റെ അകമ്പടിയിൽ ഇപ്പോൾ കണിമംഗലം ശാസ്താവ് അങ്ങനെ രാജവീഥികളിലേക്ക് എഴുന്നള്ളുകയാണ്. സ്വരാജ് റൗണ്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. വലിയ ആളുകളുടെ ഒരു പങ്കാളിത്തത്തിൽ വലിയ ജനക്കൂട്ടം നമുക്ക് കാണാനാകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കുക 7:30 എത്തിച്ചേരുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞതാണ്. അവിടെ സ്വരാജ് റൗണ്ടിൽ ഈ കണിമംഗലം ശാസ്താവിനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഒരുക്കി കഴിഞ്ഞതാണ്. അപ്പോൾ വളരെ ആഘോഷപൂർവ്വം ഇതാ അവിടേക്ക് കണിമംഗലം ശാസ്താവ് അങ്ങനെ എഴുന്നള്ളുകയായി സ്വരാജ് റൗണ്ടിലേക്ക് ഇതാ അങ്ങനെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം എത്തുന്ന, അതായത് ഈ പൂരത്തിന് ഘടകക്ഷേത്രങ്ങളിൽ ആദ്യം എത്തുന്ന പൂരം എന്നുള്ള പ്രത്യേകതയാണ് കണിമംഗലം ശാസ്താവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ബൃഹസ്പതി പ്രതിഷ്ഠയാണ്. ആദ്യം കുളശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് എത്തുക. അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുളശ്ശേരി ക്ഷേത്രത്തിൽ എത്തി അതിനുശേഷം തെക്കേ ഗോപുരം വഴിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. വടക്കുനാഥിൽ എത്തിയ ശേഷം തെക്കേ ഗോപുരം വഴിയാണ് അകത്തേക്ക് പ്രവേശിക്കുക. 7:30 പടിഞ്ഞാറ് നടവഴി പുറത്തേക്ക് എത്തും. അതായത് ഇന്നലെ ഇപ്പോൾ നെയ്തലക്കാവിലമ്മ എത്തിയിരുന്നത് പടിഞ്ഞാറേ നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് തെക്കേ നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഉണ്ടായത്. ഇത് നേരെ തിരിച്ചാണ്. തെക്കേ നടയിലൂടെയാണ് കണിമംഗലം ശാസ്താവ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുക. അതിനുശേഷം പടിഞ്ഞാറ് നടയിലൂടെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. എന്തായാലും വലിയ ജനപങ്കാളിത്തത്തിൽ കണിമംഗലം ശാസ്താവ് ഇപ്പോൾ വടക്കുന്നാഥനിലേക്ക് എഴുന്നള്ളുകയാണ് ഹാഷ്മി.